ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗയിലെ 20-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ ഉവാച കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയഃ ലോക സംഗ്രഹമേവാപി സംപശ്യൻ കർത്തു അർഹസി. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, മിഥിലയിലെ അധിപനായിരുന്ന ജനക മഹാരാജാവും മറ്റുള്ളവരുമൊക്കെ തന്നെ ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥിതപ്രജ്ഞതയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മാതൃക കാണിച്ച് സമൂഹത്തിന് നന്മ വരുത്തുക എന്ന ലക്ഷ്യത്തെ തന്നെ മുൻനിർത്തി നോക്കിയാലും നീ കർമ്മം ചെയ്യുവാൻ കടപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു. അതായത് സ്ഥിതപ്രജ്ഞൻ എന്ന ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് ലൗകിക കർമ്മങ്ങളൊന്നും തന്നെ തടസ്സമാകുന്നില്ല. ജനക മഹാരാജാവ് അങ്ങനെ തന്നെയാണ് സ്ഥിതപ്രജ്ഞതയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നീ നിന്റെ ജോലി ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഒരാൾ എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞ രൂപത്തിൽ എത്തിച്ചേരുന്നത്? ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ തന്നെ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഫലസംഘം ഉപേക്ഷിച്ചിട്ട്, അതായത് ഫലം ഇച്ഛിക്കാതെ നമ്മുടെ ഓരോ കർമ്മങ്ങളും യജ്ഞരൂപത്തിൽ ചെയ്യണം. യജ്ഞരൂപത്തിൽ എങ്ങനെ ചെയ്യും? അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ഈശ്വരന് വേണ്ടിയിട്ടുള്ള അർച്ചനകളാണ് എന്ന് കരുതി ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ അവനാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും, നിസ്സാരം നമ്മൾ വീട്ടിൽ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു സാമ്പാർ വെക്കുന്നു. ഈ സാമ്പാർ ഭഗവാന് സമർപ്പിക്കണം. ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം അത് പ്രസാദമായിട്ട് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ നിശ്ചയിച്ച് ഉണ്ടാക്കുന്ന സാമ്പാർ ഇതിനു മുമ്പ് നമ്മൾ എത്ര തവണ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കും. അത്ര രുചികരമായ ഒരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? അത് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊരു ഉദാഹരണം മാത്രം. അതുപോലെ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതെല്ലാം ഈശ്വരന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ, യജ്ഞരൂപത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്ഥിതപ്രജ്ഞനായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അർജുനന് വീണ്ടും ഒരു സംശയം തോന്നുന്നു. അതായത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൽ എങ്ങനെ പറ്റും? സന്യാസ ജീവികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളല്ലോ, എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ഒരു സംശയം അർജുനൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാനാണ് ഇവിടെ ജനക മഹാരാജാവിൻ്റെ കാര്യം എടുത്തിട്ടത്. അതായത് മിഥില രാജ്യത്തിലെ രാജാവായിരുന്നു ജനകൻ. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ സ്ഥിരമായി ചർച്ചകൾ നടത്തുമായിരുന്നു. ധാരാളം ഋഷിമാരെയും അതുപോലെ തന്നെ സത്യാന്വേഷികളെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ബ്രഹ്മചർച്ച നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു. യജ്ഞവൽക്യൻ്റെ നേതൃത്വത്തിലുള്ള ആ ചർച്ചയുടെ വിശദമായ ഒരു രൂപം തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറവും കൂടാതെ രാജ്യകാര്യങ്ങൾ നോക്കിക്കൊണ്ടു തന്നെയാണ് ജനക മഹാരാജാവ് ഇത്തരത്തിലുള്ള വേദാന്ത ചർച്ചകളിൽ പങ്കുകൊണ്ടിരുന്നത്. തുടർന്നുള്ള ബ്രഹ്മവിചാരം ജനകനെ ജ്ഞാനിയായും ക്രമേണ സ്ഥിതപ്രജ്ഞനുമാക്കി മാറ്റുന്നു. സ്ഥിതപ്രജ്ഞത കൈവന്നതിനു ശേഷവും അദ്ദേഹം രാജ്യഭരണകർമ്മം ഉപേക്ഷിച്ചില്ല. സ്ഥിതപ്രജ്ഞന് കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും വരാനില്ല. സ്ഥിതപ്രജ്ഞതയ്ക്ക് മുമ്പ്
തുടർന്ന് വന്ന കർമ്മം അദ്ദേഹം ഉപേക്ഷിച്ചില്ല എന്ന് മാത്രം. വ്യാസപുത്രനായ ശുഗന് പോലും സത്യനിഷ്ഠയെക്കുറിച്ച് സംശയം വന്നപ്പോൾ പിതാവ് സംശയ നിവർത്തിക്കായിട്ട് ജനക മഹാരാജാവിൻ്റെ അടുക്കലേക്കാണ് പുത്രനെ പറഞ്ഞയച്ചത്. ഇത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഭഗവാനിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കും. അതല്ലാതെ ലൗകിക ജീവികളായ മനുഷ്യർ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് പോയാൽ മാത്രമേ ഭഗവാനെ കാണാനും ഭഗവാനെ അറിയാനും സ്ഥിതപ്രജ്ഞത എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഈ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിന് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ജനക മഹാരാജാവ് എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. അതായത് നമ്മൾ ഏത് ആശ്രമത്തിലാണോ ജീവിക്കുന്നത്, അതായത് ലൗകിക ആശ്രമത്തിലാണോ സന്യാസ ആശ്രമത്തിലാണോ ഏത് ആശ്രമത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, ആ ആശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് ആ നിലയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥിതപ്രജ്ഞത രൂപത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിച്ചാൽ മാത്രമേ ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അർജുന, നീ നിൻ്റെ ജോലികൾ ചെയ്തുകൊണ്ട് നീ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നീ ക്ഷത്രിയനാണ്, രാജ്യം ഭരിക്കണം, യുദ്ധം ചെയ്യണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ യജ്ഞരൂപത്തിൽ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ ഒരു മഹാനായ രാജാവായി തീരും. കാരണം നമ്മുടെ ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അവർ ജനങ്ങളുടെ സേവകരാണ്. ആ സേവനം അവർ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഭഗവാൻ എന്നെ നിയോഗിച്ചതാണ് നമ്മളെ ജനങ്ങളെ സേവിക്കുന്നതിനായിട്ട്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യനെ സഹായിക്കുന്നു, നല്ല നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഈശ്വരന് വേണ്ടിയിട്ടുള്ള അർച്ചനകളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അഴിമതി ഉണ്ടാവുകയില്ല. ആരെയും ഉപദ്രവിക്കുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ആരെയും വിഷമിപ്പിക്കത്തില്ല. ഒരു രാമരാജ്യം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ മനുഷ്യർക്കും തുല്യനീതിയായിരിക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഒരു ഭരണാധികാരി എങ്ങനെയുള്ളവനായിരിക്കണം? അവൻ സ്ഥിതപ്രജ്ഞനായിരിക്കണം. കാരണം അവൻ്റെ എല്ലാ കർമ്മങ്ങളും അത് യജ്ഞരൂപത്തിൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവന് സ്ഥിതപ്രജ്ഞത രൂപത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആകണം എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധമായാലും ഭരണമായാലും സന്യാസമായാലും അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം. നീ നിൻ്റെ കർമ്മം ചെയ്യുക. നിൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് നിനക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വീണ്ടും ഭഗവാൻ ഇവിടെ പറയുന്നു. കർമ്മം ഉപേക്ഷിച്ചാൽ മാത്രമേ ജ്ഞാനം കൈവരൂ എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് വന്നു ചേരാനിടയാകും. അതുകൊണ്ട് അർജുന, നീ അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് കൊടുക്കരുത്. നീ നിൻ്റെ ജോലി ചെയ്യുക. നീ ഇപ്പോൾ നിൻ്റെ ജോലി ചെയ്യാതെ നീ അത് ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. അങ്ങനെ ജനങ്ങൾ അശാസ്ത്രീയമായി തങ്ങളുടെ കർമ്മം ത്യജിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ നിൻ്റെ കർമ്മരംഗത്ത് നിന്നുകൊണ്ട് തന്നെ ശരിയായ ജ്ഞാനസിദ്ധി അത് നേടണം എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനോട് പറയുന്നു. ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഈശ്വരന് വേണ്ടിയിട്ടുള്ള അർച്ചനകളാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി നമ്മുടെ ഓരോ ജോലികളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം അത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.